പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. 11ാമത്തെ ചാപ്റ്ററിലെ 1ാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ചാപ്റ്റർ 11 പാർട്സ് ഓഫ് സർക്കിൾ. ഒരു സർക്കിളിന്റെ പാർട്സിനെ പറ്റി ആണ് നമുക്ക് പറയാനുള്ളത്. ഒരു സർക്കിളിനെ പല കഷ്ണങ്ങളായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന രൂപത്തിൻ്റെയൊക്കെ പ്രത്യേകതകൾ. അപ്പോൾ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിനെ ഞാൻ പല പോയിന്റുകളിലായിട്ട് ഈ പോയിന്റുകളിലായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കുറേ കഷ്ണങ്ങൾ കിട്ടും. ഓക്കെ, ഈ ഓരോ കഷ്ണത്തിനും ഇതിൻ്റെ ഈ പാർട്ട് ഓഫ് ദി സർക്കിൾ, ആ പാർട്ട് ഓഫ് ദി സർക്കിൾ നമ്മൾ പറയുന്നത് ആർക്ക് ഓഫ് ദി സർക്കിൾ. ഈ ഒരു കഷ്ണങ്ങൾ മാറ്റി വെച്ചു, ഇതൊരു കഷ്ണങ്ങൾ മാറ്റി വെച്ചു, ഇതൊരു കഷ്ണങ്ങൾ മാറ്റി വെച്ചു, ഇതൊരു കഷ്ണങ്ങൾ മാറ്റി വെച്ചു. അപ്പോൾ ദീസ് പാർട്ട് ഓഫ് ദി സർക്കിൾ ഈസ് കോൾഡ് ആർക്ക് ഓഫ് ദി സർക്കിൾ. അപ്പോൾ ഇത് ഓരോന്നും എന്താണ്? ആർക്കാണ്. ഈ സർക്കിളിന്റെ പാർട്സിന് പറയുന്ന പേരാണ് ആർക്ക്. അപ്പൊ ഇത് ഓരോന്നും ആർക്കാണ്. ഇനി ഇത് ഒരാർക്ക്, അതുപോലെ ഇതൊരാർക്ക്, ഇതൊരാർക്ക്, ഇത് ഓരോന്നും ഒരാർക്കാണ്. When a circle is cut into different pieces, we get an arc. അപ്പോൾ the arcs of the circle എന്താണെന്നാണ് പറയുന്നത്. ഇനി ഈ ഓരോ ആർക്കിന്റെയും എൻഡ് പോയിന്റിൽ നിന്ന് അതിന്റെ സെന്റർ, സർക്കിളിന്റെ സെന്ററിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ we get an angle called the central angle of the arc. അതായത് ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക് എന്ന് പറയുന്നത് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദി ആർക്ക് അറ്റ് ദി സെന്റർ, അല്ലെങ്കിൽ ആ ആർക്കിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് റേഡിയസിന് ഇടയ്ക്കുള്ള ആംഗിളാണ് സെൻട്രൽ ആംഗിൾ. അതുപോലെ ഇത് ഓരോ ആർക്കിന്റെയും സെൻട്രൽ ആംഗിൾ ഇങ്ങനെ ഉണ്ടാവും. ഈ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ, ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ, ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ, സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക്. ഓക്കെ, അപ്പോൾ ദി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദി ആർക്ക് അറ്റ് ദി സെന്റർ ഈസ് കോൾഡ് സെൻട്രൽ ആംഗിൾ. ഓക്കെ, ഇനി ഇത് മറ്റൊരു രീതിയിലും പറയാം. അതായത് ഒരു സർക്കിളിനെ ഇങ്ങനെ പല കഷ്ണങ്ങളായിട്ട് മുറിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ഓരോ കഷ്ണത്തിനും നമ്മൾ ആർക്ക് എന്ന് പറയും. ഇത് മറ്റൊരു രീതിയിലും പറയാം. ദി എമൗണ്ട് ഓഫ് റൊട്ടേഷൻ, അതായത് ഒരു പോയിന്റ്, ഇപ്പൊ സി എന്ന പോയിന്റ്, ഈ സി എന്ന പോയിന്റ് ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ ആ മൂവ് ചെയ്യിക്കുന്ന ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ കണ്ടോ, ഇതിങ്ങനെ മൂവ് ചെയ്യുന്നു. അതായത് ഇങ്ങനെ ഒരു റൗണ്ട് റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ, ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ അത് 360 ഡിഗ്രി തിരി. ഈ സർക്കിള് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര പ്രാവശ്യം, അതായത് ഈ പോയിന്റ് എത്രമാത്രം മുമ്പോട്ട് മൂവ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ സി എന്ന പോയിന്റിന്റെ മൂവ്മെന്റ് ആയിട്ട് നമുക്ക് ആർക്കിനെ കണക്കാക്കാം. സി എന്ന പോയിന്റ് ഇങ്ങനെ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ അത് ഒരു സർക്കിളിന്റെ പെരിമീറ്ററിന് ഈക്വൽ ആവും. അപ്പോൾ എത്ര ഡിഗ്രി അത് റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ലെങ്ത് ഓഫ് ദി ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ദി എമൗണ്ട് ഓഫ് റൊട്ടേഷൻ ഡൺ ബൈ ദി പോയിന്റ് സി എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി പോയിന്റ് സി വെൻ ഇറ്റ് റൊട്ടേറ്റ് വൺസ് ഈസ് ദി പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി പോയിന്റ് വെൻ ഇറ്റ് റൊട്ടേറ്റ്സ് എന്നുള്ളതാണ് എന്താ ദി ആർക്കിന്റെ മറ്റൊരു ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി പോയിന്റ് സി, ഇവിടെ സി എന്ന പോയിന്റ് വെൻ ഇറ്റ് റൊട്ടേറ്റ്സ് വൺസ് ഈസ് 2πr. ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഡിസ്റ്റൻസ് പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ ആണ്, സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ ആണ്, അത് 2πr ആണ്. ക്ലിയർ ആയ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് വെൻ ഇറ്റ് റൊട്ടേറ്റ് 1 ഡിഗ്രി, ഒരു ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് അല്ലെ, ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 2πr ആണ്. അപ്പോൾ 1 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ 2πrന്റെ 360 ഡിഗ്രി ആകുമ്പോഴാണ് 2πr. അപ്പോൾ 1 ഡിഗ്രി ആകുമ്പോൾ 1/360 × 2πr ആയിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി പോയിന്റ് സി വെൻ ഇറ്റ് റൊട്ടേറ്റ്സ് വൺസ് ഈസ് 2πr. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി പോയിന്റ് സി വെൻ ഇറ്റ് റൊട്ടേറ്റ്സ് 1 ഡിഗ്രി ഈസ് 1/360 × 2πr. അപ്പോൾ വെൻ ഇറ്റ് റൊട്ടേറ്റ് എക്സ് ഡിഗ്രി ആണെങ്കിലോ, എക്സ് ഡിഗ്രി ആകുമ്പോൾ, അതായത് 1 ഡിഗ്രി ആകുമ്പോൾ 1/360 × 2πr. അപ്പൊ എക്സ് ഡിഗ്രി ആകുമ്പോൾ ദി ലെങ്ത് ഓഫ് ദി ആർക്ക്, ഈ ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി പോയിന്റ് സി വെൻ ദി ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഈസ് എക്സ് ഡിഗ്രി ഈസ് x/360 × 2πr. അപ്പോ ലെങ്ത് ഓഫ് ദി ആർക്ക് എന്ന് പറയുന്നത് ആ ആർക്ക് സെന്റർ ഉണ്ടാക്കുന്ന ആംഗിൾ എക്സ്, റേഡിയസ് 6 ആണെങ്കിൽ ലെങ്ത് ഓഫ് ദി ആർക്ക് എന്ന് പറയുന്നത് x/360 × 2πr ആയിരിക്കും. അതായത് ഈ
സെൻട്രൽ ആംഗിൾ 360 എത്ര പാർട്ടാണോ അത്ര, അതായത് പെരിമീറ്ററിന്റെ അത്രയും പാർട്ടായിരിക്കും ലെങ്ത് ഓഫ് ദി ആർക്ക്. അതാണ് അതിന്റെ മീനിങ്. അതായത് ഇപ്പൊ 60 ഡിഗ്രി ആണെങ്കിൽ 60 എന്ന് പറഞ്ഞാൽ 360യുടെ 1/6 പാർട്ടാണ്. അപ്പോൾ പെരിമീറ്ററിന്റെ 1/6 പാർട്ടായിരിക്കും ലെങ്ത് ഓഫ് ദി ആർക്ക്. അതാണ് അതിന്റെ മീനിങ്. മനക്കണക്കായിട്ട് നമുക്കത് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇതാ ഒരു ആർക്ക് കൂടെ വരച്ചിട്ടുണ്ട്. ആ ആർക്കിൽ നിന്ന് 2 റേഡിയസും കൂടി വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന് പറയുന്നത് സെക്ടർ എന്നാണ്. അപ്പോൾ ഇതൊരു ആർക്ക്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ മറ്റേ റിമൈനിങ് പാർട്ട് ഓഫ് ദി ആർക്ക്, അതായത് ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയും. ഓൾട്ടർനേറ്റ് ആർക്ക്, ഈ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണിത്, അല്ലെങ്കിൽ ഈ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണിത്. ഈ ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ BAC. അതാണ് ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ. ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആകുമ്പോൾ ഈ ആംഗിൾ 360യിൽ നിന്ന് കുറയ്ക്കുന്നതാണ് ഈ ആംഗിൾ. അപ്പോ let angle BAC equal to x degree, then this angle, central angle of this large arc is equal to alternate arc is equal to 360 minus x. ഈ ആംഗിൾ 360 മൈനസ് എക്സ് ആയിരിക്കും. ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ, കാരണം 1 റൗണ്ട് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ആണ്. അപ്പൊ ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ 360 മൈനസ് എക്സ് ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ the part of a circle between 2 points on the circle is called an arc of the circle. The part of the circle between 2 points on the circle is called, അതായത് എ ബിയും സി എന്ന 2 പോയിന്റ് അതിന്റെ ഇടയ്ക്കുള്ള ഈ പാർട്ടിന് ഒരു ആർക്ക് എന്ന് പറയും. അതുപോലെ ഇതിനിടയ്ക്കുള്ള ഈ പാർട്ടിന് ഒരു ആർക്ക് എന്ന് പറയും. അപ്പൊ ആർക്ക് ഈസ് എ പാർട്ട് ഓഫ് എ സർക്കിൾ between 2 points on the circle is called an arc of the circle. ഓക്കെ, ഇത് മൊത്തം എടുക്കുമ്പോൾ, അതായത് ഈ 2 റേഡിയസും ഈ ആർക്കും കൂടി ചേരുന്ന ഈ പാർട്ടിന് നമ്മൾ സെക്ടർ എന്നാ പറയുക. അതുപോലെ ഇത് മറ്റൊരു സെക്ടറാണ്. അതിന്റെ സെൻട്രൽ ആംഗിൾ, ഇതിന്റെ സെൻട്രൽ ആംഗിൾ എക്സ് ആകുമ്പോൾ ഇതിന്റെ സെൻട്രൽ ആംഗിൾ 360 മൈനസ് എക്സ്. അപ്പൊ ഇത് ഓരോന്ന് എന്താണ്, സോറി, ഈ ബ്ലൂ പാർട്ട് ഒരു സെക്ടറാണ്. അതുപോലെ ഈ ലൈറ്റ് ബ്ലൂവും ഒരു സെക്ടറാണ്. ഓക്കെ, ഇനി റേഡിയസ് ഓഫ് ദി സെക്ടർ ആർന്ന് എടുക്കാം. അപ്പൊ ഇവിടെ ലെങ്ത് ഓഫ് ദി ആർക്ക് നമ്മൾ ആദ്യം പറഞ്ഞതാണ് എക്സ് ഡിഗ്രി സെൻട്രൽ ആംഗിൾ, സെൻട്രൽ ഉള്ള ഒരു ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ പെരിമീറ്ററിന്റെ x/360 പാർട്ട്. അപ്പൊ ലെങ്ത് ഓഫ് ദി ആർക്ക് L is equal to x/360 into 2πr. x/360 into 2πr is the length of the arc. അപ്പൊ ആണ് ഇതിലെ പ്രധാനപ്പെട്ട ഫോർമുല. ഈ 2πr എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചാണ് പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ. ഒരു സർക്കിളിന്റെ പെരിമീറ്റർ ആണ് 2πr. അപ്പൊ എക്സ് ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഉള്ള ഒരു ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് x/360 into 2πr. ഓക്കെ, അപ്പൊ ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി ആർക്ക് ഓഫ് ദി ഫോളോയിങ് സെക്ടേഴ്സ്. 1-2 എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പൊ ലെങ്ത് ഓഫ് ദി ആർക്ക് കാണാനുള്ള പ്രോബ്ലം ആണ്. അപ്പൊ ഒരു ആർക്ക് ഇവിടെ വരച്ചിട്ടുണ്ട്. ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ആണ്. റേഡിയസ് 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ റേഡിയസ് 10 സെന്റിമീറ്റർ, സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി ആർക്ക്? അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി ആൻഡ് റേഡിയസ് ആർ ഈക്വൽ ടു 10 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദിസ് ആർക്ക്? അപ്പൊ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പൊ ലെങ്ത് ഓഫ് ദി ആർക്ക് ഇസ് ഈക്വൽ ടു x/360 into 2πr. എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ആണ്. അപ്പൊ 60/360 into 2π. r എന്ന് പറയുന്നത് 10 തന്നെയാണ്. അപ്പൊ 60/360 into 2π into 10. അപ്പൊ എന്തോരും നോക്കിയേ, 60/360 എന്ന് പറഞ്ഞാൽ 1/6 വരും. 2 into 10 20. അപ്പൊ 20π/6 ആവും. അതൊന്നോടെ ക്യാൻസൽ ചെയ്യാം. 10/3π. ഇത് നമുക്ക് മനക്കണക്കായിട്ട് കൂട്ടാം. ഇങ്ങനെ തന്നെ ചെയ്തോളുന്നില്ല, കാരണം 60 ഡിഗ്രി അല്ലേ. 360 ഡിഗ്രി ആവുമ്പോഴാണ് 2π into 10. അതായത് 20π എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ആവുമ്പോഴാണ്. അപ്പോൾ 60 ഡിഗ്രി എന്ന് പറയുന്നത് 1/6 പാർട്ട് ഓഫ് 360 ആണ്. അപ്പോൾ 20πയുടെ 1/6 പാർട്ട്. അപ്പോൾ 20π/6, ദാറ്റ് ഈസ് 10π/3 സെന്റിമീറ്റർ ആണ് ലെങ്ത് ഓഫ് ദി ആർക്ക് ഓഫ് ദിസ് സെക്ടർ. ഇത് മൊത്തം എടുക്കുമ്പോൾ ഒരു സെക്ടർ ആണ്. ആ സെക്ടറിന്റെ ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുന്നത് 10π/3 സെന്റിമീറ്റർ ആണ്. പറഞ്ഞ ക്ലിയർ ആയോ? ഓക്കെ, ഒരു എക്സാമ്പിളോട് നോക്കാം. ഒരെണ്ണോടെ നോക്കാം. മറ്റൊരു സെക്ടർ, അതിന്റെ സെൻട്രൽ ആംഗിൾ 240 ഡിഗ്രി ആണ്. ലെങ്ത് ഓഫ് ദി ആർക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത്. റേഡിയസ് 6 സെന്റിമീറ്റർ ആണ്. റേഡിയസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. അപ്പൊ നോക്കിയാൽ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ 240 ഡിഗ്രി ആണ്.
റേഡിയസ് ആർ എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ ആണ്. ലെങ്ത് ഓഫ് ദി ആർക്ക് കാണാനുള്ള ഫോർമുല നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. L is equal to x by 360 into 2 pi r. എക്സിന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? 240 സെൻട്രൽ ആംഗിൾ. ആറിന്റെ സ്ഥാനത്ത് 6. അപ്പൊ എന്താ നോക്കിയേ, L is equal to 240 by 360 into 2 pi into radius 6. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നോക്കിയാൽ 240 by 360 ഇത് 2/3 വരും. കാരണം 12 അല്ലെ, 3 36, 2 24. അപ്പോൾ 120 into 2 ആണ് 240, 120 into 3 ആണ് 360. അപ്പോൾ 2/3 into 6 into 2 12 pi. 12/3 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 2 into 4 8 pi is the length of the arc. 8 pi 2 into 4 8 pi ആണ് length of the arc. അപ്പോൾ length of the arc നമുക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതിയില്ലേ? അപ്പൊ ആർക്ക് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് എ സർക്കിൾ ആണ്. അപ്പോൾ ആ സർക്കിളിന്റെ പാർട്ടിനെ നമ്മൾ ആർക്ക് എന്ന് പറയും. ആ ആർക്ക് സെൻട്രലിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക് എന്ന് പറയും. അപ്പൊ സെൻട്രൽ ആംഗിൾ എക്സും റേഡിയസ് ആറും ആയിട്ടുള്ള ആർ റേഡിയസുമായിട്ടുള്ള ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് x/360 into 2 pi r ആണ്. അപ്പോൾ 360 ഡിഗ്രി വരുമ്പോഴാണ് 2 pi r വരിക. അപ്പോൾ 1 ഡിഗ്രി വരുമ്പോൾ 360 ഡിഗ്രി ആകുമ്പോൾ 2 pi r. അപ്പോൾ 1 ഡിഗ്രി വരുമ്പോൾ 1/360 into 2 pi r. അപ്പോൾ എക്സ് ഡിഗ്രി ആകുമ്പോൾ x/360 into 2 pi r. x/360 into 2 pi r. അങ്ങനെയാണ് നമുക്ക് ഈ ഫോർമുലയിട്ട് വരുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.